എല്ലാവർക്കും നമസ്കാരം. മാക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL ആവേശം വളരെ തകൃതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആവേശം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എന്നാൽ ഇതിന് ശേഷം വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിന് വേണ്ടി ഇതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻസ് BCCI തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയും പ്രഖ്യാപിക്കും. താരങ്ങളെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു IPL തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു IPL-ലെ പ്രകടനമനുസരിച്ച് പല താരങ്ങളും ഇന്ത്യൻ T20 ടീമിലേക്ക് T20 ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇന്ത്യൻ അല്ലെങ്കിൽ സെലക്ടർമാരെ സംബന്ധിച്ച് ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ. നമുക്കറിയാം, ഇഷാൻ കിഷൻ, KL രാഹുൽ, ഋഷഭ് പന്ത് പരിക്ക് മാറി അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ തുടങ്ങിയ ഒരുപിടി മികച്ച താരങ്ങൾ, ഒരുപിടി മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ഇതിനോടൊപ്പം തന്നെ സെലക്ടർമാരുടെ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവരിൽ ആരെയായിരിക്കും അല്ലെങ്കിൽ എത്ര പേരെയായിരിക്കും വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ സെലക്ടർമാർ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പരിഗണിക്കാൻ പോവുക? നമുക്കറിയാം, KL രാഹുലിനെ ഇന്ത്യൻ സെലക്ടർമാർ തടയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. IPL ഫ്രാഞ്ചൈസി ആയിട്ടുള്ള LSG ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനാണ് KL രാഹുൽ. വളരെ എക്സ്പീരിയൻസ്ഡ് താരം. സോ അതിനാൽ തന്നെ KL രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സെലക്ടർമാർ മറ്റൊരു വിക്കറ്റ് കീപ്പറെ സ്ക്വാഡിലേക്ക് പരിഗണിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് അത്ര ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം നോക്കുകയാണെങ്കിൽ 204 റൺസാണ് ഇതിനോടകം തന്നെ അദ്ദേഹം ഒരു സീസണിൽ നേടിയിട്ടുള്ളത്. 138 സ്ട്രൈക്ക് റേറ്റ്. ഫോമിൽ തന്നെ തുടരുന്ന ബാറ്റ്സ്മാനാണ്, പക്ഷേ സ്ട്രൈക്ക് റേറ്റ് അത്യാവശ്യം കുറവാണ്. സോ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. മറ്റുള്ള കുറച്ച് താരങ്ങൾ ഇഷാൻ കിഷൻ, അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, ദിനേഷ് കാർത്തിക്, നേരത്തെ പറയാൻ മറന്നുപോയിരുന്നു, ദിനേഷ് കാർത്തിക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ വെടിക്കെട്ട് സ്റ്റാർ ബാറ്റ്സ്മാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലേക്ക് വരുവാണെങ്കിൽ 226 റൺസ് ഇതിനോടൊപ്പം തന്നെ RCBക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. നമുക്കറിയാം, RCB കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ IPL ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ കൺസീഡ് ചെയ്ത പോരാട്ടത്തിൽ പോലും ഒരു വമ്പൻ ടാർഗറ്റ് ലക്ഷ്യമിട്ടിറങ്ങിയ RCB ഒരു 240 വരെയെങ്കിലും കൊണ്ടെത്തിച്ചത് ദിനേഷ് കാർത്തികിൻ്റെ വെടിക്കെട്ട് പ്രകടനം തന്നെയായിരുന്നു. 226 റൺസ് ഇതിനോടൊപ്പം തന്നെ IPL 2024 നിന്നും ഒരു ഫിനിഷർ റോളിൽ കളിക്കാനിറങ്ങുന്ന DK അടിച്ചു കൂട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിലാണ്. വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെ 205 ദിനേഷ് കാർത്തിക്കിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അടുത്ത താരം ഋഷഭ് പന്താണ്. നമുക്കറിയാം, പരിക്ക് മാറി തിരിച്ചതോടുകൂടി സെലക്ടർമാരുടെ മുൻപിലേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയാണ് ഋഷഭ് പന്ത്. പന്തിൻ്റെ അഭാവത്തിലാണ് നമുക്കറിയാം KL രാഹുൽ തുടങ്ങിയ താരങ്ങൾ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടത്. സോ പന്ത് എത്തുന്നതോടുകൂടി ആര് പുറത്തിരിക്കും അല്ലെങ്കിൽ ആരെ പുറത്തിരുത്തുമെന്നതാണ് സെലക്ടർമാരുടെ പ്രധാന ചോദ്യം. 194 റൺസ് ഇതിനോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായകനായിട്ടുള്ള ഋഷഭ് പന്ത് പുതിയ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 157 സ്ട്രൈക്ക് റേറ്റ് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ്. വളരെ മികച്ച ഫോമിൽ തന്നെയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ അർദ്ധ സെഞ്ചുറികൾ നേടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത താരം മലയാളി താരം സഞ്ജു സാംസൺ. പലതവണ സഞ്ജുവിനെ ഇന്ത്യൻ സെലക്ടർമാർ അവഗണിച്ചപ്പോഴും അവർക്കെതിരെ വളരെ അധികം ജനരോഷം തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇത്തവണ വളരെ മികച്ച ഫോമിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സഞ്ജു കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത്ര ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ ഈ ഒരു വട്ടം കൂടി തടഞ്ഞാൽ ഒരുപക്ഷെ സെലക്ടർമാർക്ക് അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. 276 റൺസ് ഇതിനോടകം തന്നെ RRൻ്റെ നായകനായിട്ടുള്ള സഞ്ജു അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയിട്ടുണ്ട്. 155 സ്ട്രൈക്ക് റേറ്റ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം പലപ്പോഴും സെലക്ടർമാർ സഞ്ജുവിനെ അവഗണിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അല്ലെങ്കിൽ അനാവശ്യമായ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റുകൾ വലിച്ചെറിയുന്നു. സോ ഇത്തവണ അതെല്ലാം മാറ്റി തിരുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ക്രീസിൽ നിലയുറപ്പിച്ച് അനാവശ്യമായ ഷോട്ടുകൾക്ക് മുതിരാതെ കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ടുള്ള പ്രകടനം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ കാഴ്ച വയ്ക്കുന്നത്. അതിനാൽ തന്നെ സെലക്ടർമാരുടെ മുൻപിലേക്ക് എത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു താരവും സഞ്ജു തന്നെയാണ്. ഇനി രണ്ട് യുവ താരങ്ങൾ ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ. ഇഷാൻ കിഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, അത്ര മികച്ച തുടക്കമായിരുന്നില്ല സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് മുംബൈക്ക് വേണ്ടി ലഭിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. 184 റൺസാണ് നേടിയിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് 178. വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റ്, ഒരു T20 ഫോർമാറ്റിന് അനുയോജ്യമായ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. 154 റൺസ് നേടിയിട്ടുണ്ട്. അടുത്ത താരം ജിതേഷ് ശർമ്മ എന്ന യുവതാരം. ഇത്രയധികം സീനിയർ താരങ്ങളോട് മത്സരിച്ചുകൊണ്ട് ജിതേഷിന് വേൾഡ് കപ്പ് ടിക്കറ്റ് അത്ര എളുപ്പമാകില്ല. പക്ഷേ എന്നിരുന്നാലും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോമില്ലായ്മ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇത്തവണ പഞ്ചാബ് കിങ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ജിതേഷ് ശർമ്മ ഇതുവരെ വെറും 106 റൺസാണ് ഇതുവരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത്.
സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 130-നും താഴെയാണ്. സോ ഇത്രയധികം സീനിയർ താരങ്ങളോട് മത്സരിച്ചുകൊണ്ട് ഇത്ര പരിതാപകരമായ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിതേഷിന് ഇന്ത്യൻ ലോകകപ്പ് ടീമിലേക്ക് ഇടം നേടാനുള്ള അവസരം വളരെ അധികം കുറവാണ്. സോ മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട താരങ്ങൾ ദിനേഷ് കാർത്തിക്, ഇഷാൻ കിഷൻ, KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ. ആരാകും അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും വേൾഡ് കപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.